ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 10 മണിച്ചെടികളായിട്ടാണ്. പക്ഷേ ഈ 10 മണിച്ചെടികളൊക്കെ ആകെ വാടി പൂക്കളൊന്നും അങ്ങനെ ഇടാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഒന്ന് എടുക്കുക, നിങ്ങൾക്കും കൂടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. ഇത് കണ്ട ഇതിൻ്റെ അടുത്തൊക്കൊന്നും അടുക്കലില്ല, അതുകൊണ്ട് തന്നെ ആകെ പുല്ലൊക്കെ മുളച്ച് ആകെ കച്ചറായി കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കണം. നല്ല നല്ല കളറുള്ള പൂക്കളൊക്കെയാണ് ഇതിലുള്ളത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കായിട്ട് സമയം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിവിടെ വെച്ചാൽ ശരിയാവില്ല, ഇത്രയും സമയം കിട്ടൂല. ഇനിയിപ്പോൾ റംസാനൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് ഇതിനൊന്നും നിൽക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, ഇന്ന് ഇതൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു ഇറങ്ങിയതാണ്. ആദ്യം തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് കണ്ട് വെട്ടി മാറ്റണം. അങ്ങനെ നമുക്കിത് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഈ 10 മണിച്ചെടികളൊക്കെ ഇങ്ങനെ വെട്ടി കൊടുക്കുക. കുറ്റിരിമ നിർത്തിയിട്ട് ബാക്കിയൊക്കെ വെട്ടി കൊടുക്കുക. എന്നിട്ട് ഈ ചട്ടിയിൽ നിന്ന് ഒഴിവാക്കണം. ചട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വേറെ പുതിയ മണ്ണും വളമൊക്കെ ഇട്ടിട്ട് വേണം നമുക്കിത് വെക്കാൻ. ഇതുപോലെ എല്ലാം ചെയ്യണം. ഞാൻ ചട്ടികളൊക്കെ മാറ്റി മണ്ണും വളവും എല്ലാം കൂടെ മിക്സ് ചെയ്തത് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി 10 മണിച്ചെടികളൊക്കെ ഇതിലേക്ക് തന്നെ വെച്ച് പിടിപ്പിക്കാം. അങ്ങനെ ഇതാ ഞാൻ ഓരോ ചട്ടികളിലും ഓരോ കളറ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെയിലത്തൊക്കെ വെച്ചിട്ട് നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ച് ഉഷാറാക്കി എടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ 10 മണിച്ചെടികളെല്ലാം ഞാൻ ഓരോ ചട്ടികളിലായിട്ട് മാറ്റി പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനൊന്നും തീരെ ഇലയില്ല. അപ്പോൾ ഏതാണ് പൂവ് കളറെന്നൊന്നും പറയാൻ പറ്റണില്ല. ഇനി ഇതൊക്കെ ഉണ്ടായതിന് ശേഷം ഞാൻ വേറെ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്.